വീഡിയോ കിട്ടിയിട്ടുണ്ട് മോനെ, വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കണോ, മണ്ണ് നോക്ക്. അപ്പൊ അങ്ങനെ മണ്ണ് ടെസ്റ്റ് ചെയ്തു. കൊള്ളാം. അങ്ങനെ നമ്മൾ ഇതിറങ്ങിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് യൂട്യൂബ്. സോ നമ്മളിപ്പോൾ ഇത്ര രാവിലെ എവിടെ പോകാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മളിപ്പം പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 88 കിലോമീറ്റർ. എന്നുവെച്ചാൽ ആരൊക്കെ ഇലക്ട്രോണിക് സിറ്റി സൈഡിലൊക്കെ താമസിക്കുന്നോ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ റൂട്ട്. 88 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇത് ഒരു ഗോഗൽമനി ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ടിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സീനിക്കാണെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഒത്തിരി പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസും ഒക്കെ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5:50 അപ്പോൾ നമ്മൾ ഓൺ ദ വേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബാംഗ്ലൂർ ടോളെത്തി. ടോളിൽ നിന്ന് നമ്മുടെ ഇത് ഏകദേശം കൃഷ്ണഗിരി സൈഡിലായിട്ടാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുക, കൂടെ കൊടുക്കുക. നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ വാ കയറ്റിക്കേട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു ട്രെയിൽ ചെയ്യാൻ പോവുകയാണ്. നോക്കാം ഇങ്ങനെ ഉണ്ടാവുമെന്ന്. എടാ, ഈ സാധനം ന്യൂട്രി വീഴുന്നില്ല. രക്ഷപ്പെട്ടു, ന്യൂട്രലായി. വൺ ഗോ. പിടിച്ചോ. എടാ, അവിടെ ഒരു കല്ലുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ മണ്ടയ്ക്കാടാ വണ്ടി. രക്ഷപ്പെട്ട്. വന്നോ വീഡിയോ കിട്ടിയിട്ടുണ്ട് മോനെ, വീഡിയോ കിട്ടിയിട്ടുണ്ട്. പോലെ അധികം പോണ്ട. സാധനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അജു തിരിക്കടാ. എടാ, നല്ലോണം കുഞ്ഞല്ലോ വണ്ടി. വണ്ടി അതേ ഇറക്കാടാ. എടാ, ഞങ്ങൾ തള്ളാം. അജൂട്ടാ, ക്ലച്ചിനധികം ബാക്ക് എടുത്താ ഒരേ ഒരു പോക്കൂ. എടാ, ഇത് പൊട്ടുവോ? കുറച്ച് ഇങ്ങോട്ട് പിടിച്ചോ അർജു, കുറച്ച് ഇങ്ങോട്ടൊന്ന് തിരിക്ക്. എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ടല്ലേ? പോടാ. വരട്ടെ.
വട്ടെ. ആ യൂട്യൂബിലുള്ള കണ്ടന്റായി. എടാ നിനക്ക് ചെവി കേൾക്കുന്നില്ലായിരുന്നോടാ ചേട്ടാ? ഒന്നാമത്തെ കാര്യം ഓഫ് റോഡ് വണ്ടിയാകുമ്പോൾ പയ്യല്ല അത് എനിക്ക് തോന്നുന്നു ഇത് മഴയൊക്കെ പെയ്ത് കുറച്ചുകൂടെ മണ്ണ് അങ്ങനത്താണ്. ഇത് എന്റെ മറ്റവിടുത്തെ മണ്ണ് ഫസ്റ്റ് എന്നിട്ട് എൻ്റെ അടുത്ത് താഴെ എടാ പറ്റൂല നിങ്ങൾ തന്നെ കേറിക്കോ, നിങ്ങൾ കേറിട്ട് ഞാൻ വരാമെന്ന്. എന്നിട്ട് എടുത്തോണ്ടങ്ങ് പോയി. പ്രേരിപ്പിച്ചത് കൂടിപ്പോയി ഞാൻ. എടാ ഈ സ്റ്റാൻഡിന്റെ ഈ കുന്തം ഇല്ലാത്തതിന് ഭയങ്കര പാടാ കേട്ടോ. വിടാം. അവിടെ വെക്കലല്ല, വേറെ വഴിയൊന്നുമില്ല എനിക്ക് കണ്ടിട്ട്. ഇത് നോക്കണോ, മണ്ണ് നോക്ക്. അപ്പൊ അങ്ങനെ മണ്ണ് ടെസ്റ്റ് ചെയ്തു. കൊള്ളാം. അതിടാ നില്ലടാ, മണ്ണ് ടെസ്റ്റ് ചെയ്തതാ, നല്ലതാ. അപ്പോൾ നമ്മളിത് ഏതോ ഒരു റൂട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. ഇവിടുന്ന് ഇനി 5 കിലോമീറ്റർ. ഓഫ് റോഡ് ട്രെയിലാണ്. വലിയ പാടൊന്നുമില്ല, പക്ഷേ അടിപൊളി ലൊക്കേഷനാണ് കണ്ടിട്ട്. ഈ റോഡ് മൊത്തം പോയി കിടക്കുവാണ്. ഏത് വണ്ടി വേണേലും വരും, അങ്ങനെ ഇന്ന സ്പെസിഫിക് വണ്ടി എന്നൊന്നുമില്ല. വണ്ടികൾ ഏതായാലും വരും. റോഡ് മാറി ഓഫ് റോഡായി കംപ്ലീറ്റ്. വായിലാണ് കാരണം ബട്ട് ഇവിടുന്ന് നല്ല വ്യൂ ആയിട്ടോ, എന്ത് പറഞ്ഞാലും തെറ്റി. ഇത് ഏകദേശം ഇനിയൊരു 2 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ ആ ലൊക്കേഷൻ എത്തും. ഓ വാവ്, ഈ കല്ലൊക്കെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കാൻ. റോഡുണ്ട് ഇങ്ങനത്തെ റോഡ്. ബട്ട് ഇത് കംപ്ലീറ്റ് ഓഫ് റോഡാണ് കേട്ടോ. അതിന് ശേഷം മുതൽ എൻ്റെ ദൈവമേ, മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. നല്ല ഇനലി നമ്മൾ റോഡ് കണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും, റീൽസിലായാലും ഇതിലായാലും. പക്ഷേ ഭയങ്കര കെയർഫുള്ളായിട്ട് പോകണം, കാരണം നല്ല ഡേഞ്ചറാണ്. ഓ ആ വ്യൂ കണ്ടോ ഗൈസ്, ദിസ് ഈസ് സൂപ്പർ.
എടാ ലേക്ക് നോക്കടാ. ആ അവര് പിന്നെ മണ്ടന്മാരാന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് മണ്ടൻ എങ്ങനെ വെച്ചിട്ട് വരട്ടെ. ഈ വ്യൂ അടിപൊളിയാട്ടോ ഇവിടുത്തെ. എടാ അതാ നടന്നേ ആ മലയുടെ മണ്ടയ്ക്ക് വരെ പോവാം. കണ്ടാ ഇവിടുന്ന് ഇതാണ്ടോ അവര് നടന്നു പോയണ്ടോ അവര് അതിന്റെ മണ്ടയ്ക്ക് പോടാ. പക്ഷെ നാളെ നായി ഒരുത്ത ചെരുപ്പേ ഊരിട്ടില്ല. നായി ചെരുപ്പ് ഇറാ. എടാ നിനക്ക് വയ്യേ അവിടെ വരല്ലേ. നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ചെരുപ്പ് ഊരാന്. എല്ലായിടത്തും കുഴപ്പം. പക്ഷെ നിനക്കിച്ചാ കൂടുതലാ. സാധാരണ ഒരു റൂമിൽ കള്ളം കയറി സാധാരണ ഒരു റൂമിൽ കള്ളം കയറി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് കിടക്കുന്ന റൂം പൂട്ടേക്കാൻ ശ്രമിക്കും. രണ്ടാമതും കള്ളം കയറി. അപ്പൊ എത്ര ബുദ്ധിയുണ്ട്. ഞാൻ നിരപരാധിയാണ്. എങ്ങനെ നിരപരാധിത്വം ഒന്ന് പ്രൂവ് ചെയ്യാം? ഈ രണ്ട് സീനും രണ്ടാമത്തെ സീൻ നടക്കുമ്പോൾ ഞാനില്ല. അന്ന് സ്വന്തം സാധനങ്ങൾ മാറ്റി ഓടി വെച്ച് കള്ളൻ എടുക്കാൻ പാടില്ല. അവിടെ മേടിച്ചു പോയി. അതിപ്പോ ചെരുപ്പ് മാറ്റി വെച്ചോട്ട് തന്നെ. ഞാൻ പറയുന്ന എല്ലാം വിശ്വസിക്കുന്ന ഏക നായി ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന പോലെ അഭിനയിക്കുന്നില്ല. നീ വിശ്വസിച്ചില്ല. പ്രശ്നം എന്താണെന്നറിയാ, പറയുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണം. കാരണം നീ പറയുന്നതിന് മുന്നേ ഞാൻ ചാടുവേ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റ ടാറ്റാന്ന് വേണ്ട. ഒരു കുറ്റി റേഞ്ചില്ല. സാറപ്പയാ വന്ന് ഇവിടെ ഇതെടുത്തത് എവിടെ? അപ്പൊ ശരി, ഇവിടെ ഒരു കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്നേ. എന്റെ പൊന്നെ, അല്ല 100 ബുക്ക് ചെയ്ത് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് പോകാൻ സ്ഥലമല്ലേ. പബ്ജിയാ ഞാൻ ഒഴിവാക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ഇത്? അങ്ങനെ നമ്മൾ ഇതിറങ്ങിയിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് മേളിലൊക്കെ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വിസിറ്റ് ചെയ്യണം. താഴെ എത്താറായി. മഴ പെയ്തായിരുന്നെങ്കിൽ തീരുമാനമായിരുന്നു കാര്യം. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, കല്ലാണ്, അതുകൊണ്ടാണ്. മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല സീനായിരുന്നു എന്ന് ഇറങ്ങാൻ. പക്ഷെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം എത്താറായി. അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസായിട്ട് നിങ്ങൾ ഇത് എടുത്തോളൂ. കാരണം നല്ല ഫണ്ണാണ്, എസ്പെഷ്യലി റൈഡിങ് ഇൻ ഗ്യാങ്. ഒറ്റയ്ക്ക് വന്നാൽ ജസ്റ്റ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോകാം. പക്ഷേങ്കിൽ ഒരു ഗ്യാങ്ങായിട്ട് വരുവാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. Guys, we are back to highways. അപ്പോൾ ഇനി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ഏകദേശം ഇനി 83 കിലോമീറ്ററുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് വരുന്നവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോ.
ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ടേക്ക് കെയർ.